ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണല്ലോ സൗമ്യത. സൗമ്യതയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള തിരുവചനത്തിൽ പ്രകാരം പഠിപ്പിക്കുകയാണ്: കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്, എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. ഇവിടെ പറയുകയാണ് കർത്താവിൻ്റെ ദാസൻ. ആരാണ് കർത്താവിൻ്റെ ദാസൻ? കർത്താവിൻ്റെ ദാസൻ യഥാർത്ഥത്തിൽ തിരുസഭയിലെ അംഗങ്ങളായി മാറ്റപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ ദാസനും ദാസിയുമാണ്. കർത്താവിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് മാമോദിസ എന്ന കുദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഓരോ വ്യക്തിയും കർത്താവിൻ്റെ ദാസനാണ്. പരിശുദ്ധമ്മ പറഞ്ഞു, ഇതാ കർത്താവേ നിന്റെ ദാസി എന്ന് പറഞ്ഞു. ആ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ എളിമപ്പെട്ട് വിധേയപ്പെട്ടപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുന്നതും ആ കർത്താവിൻ്റെ ദാസിയുടെ ഉദരത്തിൽ യേശു രൂപപ്പെടുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഓരോ ക്രിസ്ത്യാനിയും കർത്താവിൻ്റെ ദാസനും ദാസിയുമാണ്. ഇതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന മേഖലകളെക്കുറിച്ച് തിരുസഭയുടെ രൂപീകരണ കാലഘട്ടത്തിൽ തന്നെ പത്രോസ്ലീഹ പറയുന്ന പത്രോസ്ലീഹയുടെ പ്രസംഗത്തിൽ, അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനത്തിൽ, അവസാന നാളുകളിൽ എല്ലാവരിലേക്കും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും. അവസാനം പറയുകയാണ്, എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇന്ന് തിരുസഭയിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മാവിൻ്റെ ഫലം പുറത്തേക്ക് ഒഴുകുന്നില്ല എങ്കിൽ തിരിച്ചറിഞ്ഞുകൊടുക. പ്രിയ സഹോദരങ്ങളെ, ഞാൻ കർത്താവിൻ്റെ ദാസനായി മാറുമ്പോഴാണ് ആ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്നത്. പരിശുദ്ധയമ്മ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ദാസനായി മാറി കർത്താവിൻ്റെ ദാസിയായി മാറിയപ്പോൾ ആ മറിയത്തിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. ദൂതൻ വന്ന് പറയുന്ന ആ നിമിഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്ന് ദൈവം പറയുന്നത്. ദൈവം ദൂതനിലൂടെയാണ് സംസാരിച്ചത്. ആ പരിശുദ്ധാത്മാവ് കടന്നു വന്നത് ദാസിയായി മാറിയപ്പോഴാണ്. ഇന്ന് തിരുസഭയിലെ മക്കളായി മാറ്റപ്പെട്ട നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ദാസനായി മാറിയിട്ടുണ്ടോ എന്ന് ദൈവത്തിന് മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണമേ. ആരാണ് ദാസൻ? ആരാണ് ദാസി? യജമാനൻ പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന വ്യക്തിയാണ് ദാസൻ. യജമാനൻ പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന വ്യക്തിയാണ് ദാസി. ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിൻ്റെ ദാസനും ദാസിയും. ഇത് സത്യമല്ലേ? ഒരുപക്ഷെ നമുക്കിത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്നിരിക്കത്തില്ല. ഞാൻ ദൈവത്തിന് മുമ്പിൽ ഒരു ദാസനായി മാറണം, ദൈവത്തിന് മുമ്പിൽ ഒരു ദാസിയായി മാറണം. അതുകൊണ്ടാണ് ഇവിടെ വചനം പറഞ്ഞത്, കർത്താവിൻ്റെ ദാസൻ, കർത്താവിനെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് കർത്താവിൽ ഒന്നായി മാറ്റപ്പെട്ട കർത്താവിൻ്റെ ദാസൻ നാം ഓരോരുത്തരും എങ്ങനെയുള്ളവരായിരിക്കണം? കലഹപ്രിയനായിരിക്കരുത്. കലഹപ്രിയരെ, വിശുദ്ധ കുർബാന കലഹപ്രിയരെ ചിതറിക്കണമെന്നുള്ള പ്രാർത്ഥന പോലും ഉണ്ട്. കലഹപ്രിയരെ ചിതറിക്കപ്പെടും, ഒരു സംശയവുമില്ല. കലഹപ്രിയരെ ചിതറിക്കപ്പെടുക മാത്രമല്ല, അവർ നശിക്കുകയും ചെയ്യും. വിനീത ഹൃദയർ അവർ ഉയർക്കും, അവരെ ദൈവം ഉയർത്തും. അതുകൊണ്ടാണ് മാതാവിൻ്റെ
ദൈവത്തിന് മുമ്പിൽ നന്ദി നിറഞ്ഞ കൃതജ്ഞതാസ്തോത്രം പറഞ്ഞത്, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിമയുള്ളവരെയൊക്കെ ഉയർത്തി. എളിമയുള്ളവരെയൊക്കെ ദൈവം ഉയർത്തും. ഇന്ന് നമ്മളെ ദൈവം ഉയർത്താത്തതിൻ്റെ കാരണം എളിമയില്ലായ്മയാണ്. അപ്പോൾ ഇവിടെ പറയാണ്, കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത്. പ്രിയ സഹോദരങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കണമേ. ഞാൻ കലഹപ്രിയനാണോ? ഞാൻ ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഞാൻ മറ്റുള്ളവരോട് കലഹിക്കുന്ന സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ കലഹ സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിൻ്റെ ദാസൻ ഒരിക്കലും കലഹപ്രിയനാകരുത്. ഒരു ക്രിസ്തു ശിഷ്യൻ ഒരിക്കലും കലഹപ്രിയനായി മാറരുത്. ഒരു പ്രഘോഷക ഒരിക്കലും കലഹപ്രിയനാകരുത്. ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി കലഹപ്രിയരാകരുത്. തിരുസഭയിലെ അംഗമായ ഒരു വ്യക്തികളും കലഹപ്രിയരായി മാറരുത്. ഇത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയരാകരുതെന്ന്. കർത്താവെ, ഞങ്ങളുടെ ഇന്നലകളിൽ പല മേഖലകളിലും കലഹിച്ച നിമിഷങ്ങളുണ്ട്. മാപ്പ് ചോദിക്കുന്നു. കലഹിച്ചതിൻ്റെ പരിണിതഫലമായി പല മക്കളുടെയും ഹൃദയം മുറിവേറ്റിട്ടുണ്ട്. ഞങ്ങൾ മുഖാന്തരം മുറിവേറ്റ ഓരോ ഹൃദയങ്ങളെയും അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണമേ. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സൗമ്യതയോടുകൂടെ പെരുമാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.